ഇറങ്ങിക്കോ. ഹലോ, എത്രയാ? 700. 1000 രൂപയുണ്ട്, ബാക്കി 300 വെച്ചോ. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, പാക്കറ്റൊക്കെ അങ്ങോട്ട് കൊടുത്തു. എവിടെയായിരുന്നു? ഞാൻ ടൗൺ വരെ ഒന്ന് പോയതാ. എന്നാ ഞങ്ങൾ വിട്ടോട്ടെ കേപ്പി. നിക്ക് ഇത്ര നേരം കൂടെ എടുത്തിട്ട് നിങ്ങളെ വെറും കൈയോടെ വിടാൻ പറ്റത്തില്ല. 500 രൂപയുണ്ട്, ഒരു സിനിമ കണ്ടോ, കാപ്പി കുടിച്ചോ. പിന്നെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അച്ഛനൊരു ഉമ്മ. അത് കാണരുത്. എൻ്റെ മോൻ ഫിലിപ്പ് നിർമ്മിച്ചതാ. തല്ലിപ്പൊളിയായിരിക്കും. സ്വന്തം അപ്പനെ ചവിട്ടി പുറത്താക്കിയിട്ട് അച്ഛനൊരു ഉമ്മ. നിങ്ങൾ ചെല്ല്. ഫിലിം പ്രൊഡ്യൂസർ ഫിലിപ്പ് കേപ്പിയുടെ മോനാണോ? ഇനി അത് കൊട്ടിക്കൊഴിച്ചിട്ട് വേണം ആൾക്കാർ അന്വേഷിച്ച് വരാൻ. അതെ, ഒരു ചായ കുടിച്ചാലോ? കേപ്പി കാണാൻ താമരാകെ വിഷമിച്ചിരിക്കുക എന്ന് വെച്ച് പോകേണ്ട അടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? നമ്മൾ അവിടെ അടുത്തേക്ക് തന്നെയാ പോകുന്നത്. പിടിക്കാനുള്ളതേ ഉള്ളൂ. വേണ്ട, ഞാൻ പിടിച്ചോളാം. എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോണം, അല്ലാതെ മനുഷ്യനെ വെറുതെ തീ തീറ്റിക്കരുത്. നീ എന്താ കരുതിയേ ഞാൻ പിന്നെ കടലിൽ ചാടി ചാകാൻ പോയെന്നോ? ഇതൊക്കെ വാങ്ങിക്കാൻ ടൗൺ വരെ ഒന്ന് പോയതല്ലയോ? അവിടെ ചെന്നപ്പോഴാ കുഞ്ഞുഞ്ഞിന്റെ കാര്യം ഓർത്തത്. എൻ്റെ ഇളയ മോനില്ലയോ, സ്റ്റെബിലൈസർ കമ്പനി നടത്തുന്ന സേവിയർ, അവൻ്റെ കൊച്ചാ കുഞ്ഞുഞ്ഞ്. ഞങ്ങൾ വലിയ കമ്പനിയാണ്. രഹസ്യമായിട്ട് അവനെ ഒന്ന് കാണാൻ സ്കൂൾ വരെ പോയത്, അതാ താമസിച്ചേ. വേണ്ടപ്പെട്ടവർ വന്ന് വിളിച്ചാ അവസാനം ഞങ്ങളേക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നറിയാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പരിഷ്കാരങ്ങളുടെ ലോകത്ത് സ്നേഹത്തിന്റെ നനവൊന്നും കേപ്പി കണ്ടിട്ടില്ല. അത് നിങ്ങളിലൊക്കെയാ കണ്ടത്. അതുകൊണ്ട് ഇനി ഇതാണ് എന്റെ ലോകം. പിടിക്കേ. ഇതൊക്കെ കേപ്പി നിനക്ക് വേണ്ടി വാങ്ങിച്ചാടി? ടാക്സി പിടിച്ച് ടൗണിൽ പോയത് ഇതൊക്കെ മേടിക്കാനാ. കഴിഞ്ഞ ദിവസം നീ വിരുണിയോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ഇന്ന് നിന്റെ പിറന്നാളാണെന്ന്. ഇതെല്ലാം അച്ഛന്റെ പിറന്നാൾ സമ്മാനങ്ങളാ. മോക്ക് എന്താ ഇഷ്ടാവുക അറിയാത്തതുകൊണ്ട് കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ചു. കേക്കും ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ്. അതാ കുഞ്ഞുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാ മോളുടെ പിറന്നാള്. അത് ഗംഭീരാക്കിയില്ല, പിന്നെ ഞാൻ എന്തിനാ അച്ഛനാണെന്ന് പറഞ്ഞു നടക്കുന്നത്? ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ. ഈ കേപ്പി ആരാന്നെ വിചാരം? കോടീശ്വരൻ. ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഗോൾഡൻ മൂവീസ് ഫിലിപ്പ് സാറിന്റെ അപ്പനാ ഈ കേപ്പി സാറ്. ബാങ്കിൽ കോടികളുണ്ടാവും, പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വീശണ്ടറിയാൻ പോലെ. ആ ടാക്സിക്കാരൻ 300 രൂപ കൊടുത്തു, മറ്റേ പിള്ളേർക്ക് 100 രൂപ വെച്ചു. കയ്യിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ കൈ നിറച്ച് കൊടുക്കും. അതുകൊണ്ടെന്താ, നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് കൈ നിറച്ച് കിട്ടും. ഇന്ന് തന്നെ ഇവളുടെ പിറന്നാളിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ച് കവലെ നിൽക്കുമ്പോൾ ആ ചിട്ടിക്കാരൻ പൈസ കൊണ്ടുവരുന്നു. ആ 10,000 രൂപയ്ക്ക് എല്ലാം ഭംഗിയായിട്ട് നടന്നേ. ഏത് 10,000? നിനക്ക് ചിട്ടി അടിച്ച 10,000. എന്നാലും താമരയുടെ ചിട്ടികാശ് കൊണ്ട് തന്നെ ഇതൊക്കെ. കാശിന് കാര്യത്തിൽ അവളുടെ ഒന്നും എൻ്റെ ഒന്നുള്ള വ്യത്യാസം ഉണ്ടോ മാഷേ? ബാക്കി 350 രൂപയും ചില്ലറയുണ്ട്, സൂക്ഷിച്ച് ചെലവാക്കണം. അപ്പൊ പിന്നെ സന്തോഷമായിട്ട് കേക്ക് മുറിക്കല്ലേ? പിന്നെ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊടുക്ക. ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊടുക്ക. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇതിലിപ്പോ കൂടുതലൊന്നും ആലോചിക്കാനില്ല. വിവാഹം സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെടുന്നു എന്നാണല്ലോ. ഇപ്പൊ തന്നെ നമ്മൾ തമ്മിൽ പരിചയപ്പെടാനും ഇയാൾ പെണ്ണന്വേഷിച്ച് നടക്കുകയാണെന്നും ഒന്നിനെയും പിടിക്കുന്നില്ലെന്നും ഞാൻ അറിയാൻ എന്താ കാരണം? ദൈവനിശ്ചയം. ശരിയാ. നമ്മളിപ്പോ കണ്ട ആ വീടും പറമ്പും അവളുടെ പേരിലുള്ളതാ. എന്റെ മോളായോണ്ട് പറയല്ല, കടലിൽ പോയി അധ്വാനിക്കുന്ന വേറെ ഏത് പെണ്ണുണ്ട് ഈ രാജ്യത്ത്? അതുകൊണ്ടല്ലേ ഞങ്ങൾക്കും കേട്ടപ്പോ താല്പര്യമായത്. പുലർച്ചെ പോയവര് വരാറായി, നമുക്കൂടെ നിൽക്കാം. വരുന്നതാണ് പെണ്ണ്. നാണിക്കണ്ട, ശരിക്കും നോക്കിക്കോ. കേപ്പിയുടെ കൂടെ 2 ടീമുണ്ടല്ലോ, എന്തോ കോളുണ്ടാ. എന്താണ് പുതിയ കൂട്ടുകാരൊക്കെ ആയിട്ട്? ഞങ്ങള് മോള് വരുന്നത് കാത്തു നിൽക്കുക. ഇവരെവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ശരിക്കും തൃക്കുന്നപ്പോഴക്കാരൻ ഈ കരയെ വന്നിട്ട് കുറച്ചാളെ ആയുള്ളൂ. നിങ്ങ വിശ്വംബറിന്റെ വീട് വാങ്ങിച്ചാ? നമ്മുടെ കണ്ണപ്പന്റെ കമ്പനിന്റെ പുറകില്ല. അതേടാ. ഇന്നെന്താണ് പെയ്ത്ത്? ഇന്ന് ചാളയാണ്.
നിങ്ങ എത്ര ഭാഗം ഇറക്കത്തിലാണ് വലയടിക്കുന്നത്? ഞങ്ങ 35 ഭാഗത്തിന്. ഏത് വള്ളത്തിലാ പോണത്? ഉദയസൂര്യനില്ല, സ്വന്തം വള്ളാണ്. പുതിയൊരു ലൂപ്പ് പോലെ വാങ്ങിയിട്ടുണ്ട്. നാളെ വല തന്നെയാ. നിങ്ങളെന്താ നേരത്തെ കര പിടിച്ചേ? തെക്ക് പടിഞ്ഞാറ് കരിങ്കാറ് കണ്ടപ്പോ ഞാനാണ് പറഞ്ഞ നേരത്തെ പോരാ. എന്നാ മോള് കിട്ടോ കിട്ടോ. ചെല്ലടി. എനിക്കിഷ്ടായി. എന്നാ പിന്നെ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. പിന്നെന്താ? ആ എന്തുറപ്പിക്കാന്ന്? അപ്പൊ ഒന്നും മനസ്സിലായില്ലല്ലേ? ഒരു പെണ്ണ് കാണലാ ഇവിടെ നടന്നത്. ഇതാണ് ചെറുക്കൻ, ഇത് ചെറുക്കൻ അമ്മാവൻ. വന്നേ വാ. അപ്പൊ എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ? അയ്യോ, അതൊക്കെ കണക്ക് വരേണ്ട കാര്യങ്ങളല്ലല്ലോ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അത് ന്യായം. പെണ്ണിന് വീടും പറമ്പും കൂടാതെ ചെറുക്കനൊരു പുതിയ വള്ളവും വലയും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. സന്തോഷം. ആ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. കാണാം. അപ്പൊ ഉറപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് വരും. ആയിക്കോട്ടെ. ആ ഈ പുതിയ വള്ളം വില എന്ത് വില വരുന്ന കേപ്പിയുടെ വിചാരം? എന്തുപോലെ വരും? ചുരുങ്ങിയതൊരു 15 ലക്ഷം. ദേ താമരയുടെ പേരിൽ 15 ലക്ഷത്തിന്റെ ചിട്ടിയൊന്നും ഇല്ലാട്ടാ. അത് തന്നെ ഒന്ന് കളിയാക്കിയതാണല്ലോ. അവിടെ ഒരു 10,000 രൂപ ഞാൻ ചെലവാക്കിയെന്ന് വെച്ചേ ഒന്നും വേണ്ട. ദേ എന്റെ ഈ മോതിരം വെറുതെ വിരലൊടിച്ച് കളയണ്ട. എന്ത് പറഞ്ഞാലും അപ്പ വിരലിൽ പിടിച്ചോളും. 15 അല്ല 20 ലക്ഷം എന്ന് പറഞ്ഞാലും ഈ KP വാക്ക് പറഞ്ഞ വാക്കാ. അത് ഞാൻ കൊടുത്തിരിക്കും, ഉറപ്പ്. ഇയാള് ഞങ്ങളുടെ താമര ഈ കടപ്പുറം വിട്ടു പോകുന്ന എനിക്ക് തോന്നല്ല. എന്താ അവളുടെ കൂടെ ഈ കടപ്പുറത്തേക്ക് ഒരു ചെക്കനെയാണ് അവൾക്ക് ആവശ്യം. അവളുടെ സമ്മതം ചോദിക്കാതെ ഒന്നും ഉറപ്പിക്കാൻ പാടില്ലായിരുന്നു. അതിന് ഇനിയും വൈകിട്ടില്ലല്ലോ. നമുക്ക് അവിടെ സമ്മതം ചോദിക്കാടാപ്പാ. നീ വാ. അതാ ശരി. അല്ല പിന്നെ കേട്ടിടത്തോളം നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോഴായാലും ഇവക്ക് ഒരുത്തം കൂട്ടുവേണ്ടേ? അങ്ങനെ ഏതെങ്കിലും ഒരുത്തം മതിയോ? അയാൾക്ക് എന്താണ് കുഴപ്പം? കാണാനും തിരക്കേടില്ല അല്ലടി. അപ്പൊ ചേട്ടൻ ഏത് കണ്ടോണ്ടാ കണ്ടത്? ഇവിടെ വെച്ച് നോക്കുമ്പോൾ തീരെ പോര സ്ഥലമായി. എന്നെ പോലെ അല്ലാണ്ട് പിന്നെ മിടുക്കന്മാരെ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. ഉള്ളത് വെച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. സ്ത്രീധനായിട്ട് വള്ളം വലയൊക്കെ മേടിച്ചു കൊടുക്കാന്ന KP പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നടക്കണ കാര്യമല്ല. വീടും പറമ്പും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് അവരോട് പറയാം. പെണ്ണിനെ പിടിച്ചാ പിന്നെ സ്ത്രീധനൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. കാര്യത്തോടെ എടുക്കുമ്പോൾ അതൊക്കെ പ്രശ്നമാ ചേട്ടാ. ഇതിലിപ്പോ താമരയുടെ അഭിപ്രായം നോക്കേണ്ടേ? നീ എന്താ പറയുന്നേ? എന്റെ എല്ലാ കാര്യത്തിലും ഇന്ന് വരെ തീരുമാനം എടുത്തിട്ടുള്ളത് നിങ്ങളൊക്കെയല്ലേ. ഇക്കാര്യത്തിലും നിങ്ങൾ തീരുമാനിച്ചോ. വേണ്ടാന്ന് പറഞ്ഞാലും വേണോന്ന് പറഞ്ഞാലും ഞാൻ കേട്ടോളാം. ഇവനെന്ത് പറ്റി? മനസ്സിലായില്ലേ? ഇല്ല. ഇവള് കല്യാണം കഴിഞ്ഞു പോയാ പിന്നെ KPനെ നോക്കേണ്ടി വരുന്നത്ര ടെൻഷനാ. അറിഞ്ഞാ ചെറുക്കൻ്റെ അമ്മ വന്ന് KPയുടെ കല്യാണം ഓടി പറഞ്ഞു. ഒരു കല്യാണം ഒഴിഞ്ഞു പോയ കാര്യമാണ് മാഷ് ഇത്ര സന്തോഷത്തിൽ പറയണേ. സന്തോഷമൊന്നുമില്ല. അത് സൈക്കിൾ ഓടിച്ചു വന്നെ കിതപ്പേ കിതപ്പ്.